എന്താ റൂഫി? ഗുഡ് മോർണിംഗ്. എന്തിനാ വന്ന് മമ്മീൻ്റെ ഡോറ് തട്ടുണ്ടായിരുന്നു? റൂഫി, മമ്മീനെ മിസ് ചെയ്താ? മമ്മീനെ മിസ് ചെയ്താ നിനക്ക്? എന്തിനാ മമ്മീൻ്റെ ഡോറ് വന്ന് തട്ടി? എന്തിനാ മമ്മീൻ്റെ ഡോറ് വന്ന് തട്ടി? പിന്നെ എന്തിന് ഡോറ് തട്ടുണ്ടായിരുന്നു? ഗുഡ് മോർണിംഗ് സോറോ. നീ എണീറ്റാ? സോറോ കുട്ടാ, ഇവിടെ നോക്ക്. ഗുഡ് മോർണിംഗ്. സുന്ദരനാ നീ? നമ്മൾ സുന്ദരന ഇത്? ഓക്കെ ഡിഷ കുട്ടിയാണ്. പ്ലേ ടൈമാ? കളിക്കുക നിങ്ങൾ? ഷൊട്ടുമണി കളിക്കുക? ചുങ്ങുടു കിടക്ക. കിടന്നോ. ഇന്ന് മേക്ക് യുവർ ഓൺ സാൻഡ്വിച്ച് പോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഞാനിതിൽ സൗർഡോ ബ്രെഡ് 2 സ്ലൈസ് എടുത്തു. അവക്കാഡോ വെച്ചിട്ട് ഒരു സ്പ്രെഡ് ഉണ്ടാക്കി. അവക്കാഡോ, ലെമൺ ജ്യൂസ്, സോൾട്ട്, പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് ഓറിഗാനോ, അതെല്ലാം നല്ല സ്മാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് അനിയൻസ് വെച്ചു. ഇനി ഇതാ ഒരു ഹാഫ് ബോയിലും കൂടെ അതിൻ്റെ മുകളിൽ വെക്കും. എന്നിട്ട് അടുത്ത ബ്രെഡ് സ്ലൈസ് മേലെ വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് പോലെ. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് ദീദി ലേറ്റ് ആണ്, 12 o'clock വരുള്ളൂ പറഞ്ഞു. ഇന്ന് ജിമ്മ് പോയില്ല, കാരണം ഇന്നലെ അവരെല്ലാവരും വന്ന് ഡിന്നർ കഴിച്ചിട്ട് പോകുമ്പോഴേ 1 മണി ആകാറായി. 12:30 1 മണിയായി കിടക്കാൻ. അവർ പോകാൻ എത്ര മണിയായി ഓർമ്മയില്ല, കിടക്കാൻ 12:30 1 മണിയായി. അതുകൊണ്ട് ഉറക്കം കറക്റ്റ് ആയില്ലെങ്കിൽ ശരിയാവില്ല പറഞ്ഞിട്ട്, എനിക്ക് പകലും ഉറങ്ങാൻ പറ്റില്ലല്ലോ, വർക്കല്ലേ. അപ്പോൾ ഇന്ന് വർക്കൗട്ട് ചെയ്തില്ല. ഹോം കുറച്ച് സ്ട്രെച്ചിങ് മാത്രം ചെയ്ത്. ഇനി ഇതാ കഴിച്ചിട്ട് ലഞ്ചിനെല്ലാം ഇരിക്കുന്നുണ്ട്, ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ദീദി വരുമ്പോൾ ഡോഗ്സിനെ ഒന്ന് പിടിച്ചിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. അടുത്ത് വായോ. ഞാൻ ഡക്കിനെ കൊഞ്ചിച്ചാൽ കുശുമ്പോ. അമ്മയുടെ ഷോട്ട്. ഗുഡ് ബോയ്. Hi Zoro, I am the duck baby. Hi Zoro. Let me play with you, Zoro. I'm your friend, Zoro. Hi Zoro. Why are you so scared, Zoro? എടുത്തോ. എടുക്ക് പോയിട്ട്. എന്ത് പേടിയാ? ഒരു ഡക്ക് അമ്മനെ പേടി. എടുക്ക് സോറോ. ശരി, എടുത്തോ. എടുക്ക്. പേടി മാറ്റ്. എടുക്ക്. നമുക്കൊരു സാരി വന്നിട്ടുണ്ട്. ഞാനും ഫസ്റ്റ് ടൈമാണ് ഇവരുടെ സാരി ട്രൈ ചെയ്യണത് കേട്ടോ. ലക്ഷ്മി ബുട്ടീക്ക് പറഞ്ഞിട്ട്
എപ്പോഴും ഇൻസ്റ്റാലും പിന്നെ ഇവർ കോയമ്പത്തൂരും ചെന്നൈയിലൊക്കെ കുറേ എക്സിബിഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് ഇവരുടെ ഒരു സാരി ട്രൈ ചെയ്യണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ബ്രാൻഡ്, നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും, കുറേ ആൾക്കാർക്ക് അറിയുണ്ടാവും. ലക്ഷ്മി ചേച്ചി. സോ ഞാൻ ഓർഡർ ചെയ്ത സാരി കാണിച്ചു തരാവേ. ഇതോട് മാറ്റി. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത സാരി കേട്ടോ. കാണുന്നുണ്ടോ? ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ എന്താ പറയുക, ഇതിനെ പറയാ കല്യാണി കോട്ടൺ. ഞാൻ ആദ്യമായിട്ടാണ് കല്യാണി കോട്ടൺ സാരി വാങ്ങണത്. എൻ്റെ കയ്യിൽ ഇല്ല ഇങ്ങനെ കോട്ടൻ്റെ അങ്ങനത്തെ സാരി ഇല്ല. ആദ്യം ഇന്നത്തെ ലഞ്ച് നല്ല ഉഷാർ ലഞ്ചാണ്. വായ എരിയാണ്ട് തിന്നാൻ പറ്റിയാൽ മതിയായിരുന്നു. കുറച്ച് കൂടെ ഞാൻ എടുത്തു വെച്ചു. എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് മന്തി റൈസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ബീഫ് റോസ്റ്റ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായി. അണിയൻസ്, കുക്കുംബർ, പിന്നെ ലാസ്റ്റ് പോർഷൻ ഓഫ് പാലട പായസം. ഇനിയും അത് ഫ്രിഡ്ജിൽ വെച്ചാൽ ചീത്തയാകും. അതുകൊണ്ട് ഞാൻ ഇന്നത് ഫിനിഷ് ചെയ്യാണ്. യെസ്, മൂഡൊന്ന് അപ്ലിഫ്റ്റ് ആവട്ടെ ഇതൊക്കെ കഴിച്ചിട്ട്. സാരി കിട്ടിയപ്പോഴേ എൻ്റെ മൂഡ് കുറച്ച് അപ്ലിഫ്റ്റായി. ഇനി ഇതുകൂടെ കഴിച്ചാൽ മൂഡ് ഇനിയും അപ്ലിഫ്റ്റ് ആവും. പിന്നെ നാളെ ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം ഞാൻ ഇനിയും അപ്ലിഫ്റ്റായിട്ട് ഐ വിൽ ബി ടോട്ടലി ഫൈൻ എന്ന് ഞാൻ സ്വന്തമായി വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഞാൻ എന്നെ സെൽഫ് ഹീലിംഗ് ചെയ്യണം. ഓക്കെ, യെസ്, ഐ ക്യാൻ ഡു ഇറ്റ്. ഇത്ര നേരം പേടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അടക്കിനെ? ഇപ്പം കണ്ട നിങ്ങൾ അടക്കിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം ഇവിടെ ഒരുത്തൻ. ഇത്ര നേരം പേടിച്ചിട്ട് ഓടുണ്ടായിരുന്നു അവനാ. ഇപ്പോൾ ദാ ഡക്കിൻ്റെ കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നുണ്ട്. അത് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ മാത്രം അവന് പേടിയുള്ളൂ. ഡക്കിൻ്റെ സൗണ്ട് അവന് പേടിയാ. സോറോ, റൂഫി നല്ല കുട്ടികളായിട്ട് ഇവിടെ ഇരിക്കേ. നല്ല മഴയായതുകൊണ്ടോ കൊണ്ടുപോവാത്തിട്ടാ. ഇവിടെ നോക്ക്, വന്നിട്ട് രാത്രി കൊണ്ടുപോവാ. റൂഫി നല്ല കൺട്രോൾ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ബാൽക്കണി പോയിട്ട് ഇടും. അതുകൊണ്ട് ബാൽക്കണി തുറന്നു വെച്ചിട്ട് പോകും. പിന്നെ സോറോ എത്ര വന്നാലും ലൂസ് മോഷൻ അല്ലാച്ചെങ്കിൽ അവൻ ഇടൂല, അവൻ പിടിച്ചു വെക്കും. ലൂസ് മോഷൻ ആണെങ്കിൽ അവൻ ഇടും, അവന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. നോർമൽ ഇതാണെങ്കിൽ പിടിച്ചു വെക്കും നാളെ രാവിലെ വരെ. അല്ല സോറോ? പക്ഷെ ഞങ്ങൾ വന്നിട്ട് രാത്രി നോക്കട്ടെ, നമുക്ക് മഴ കുറവാണെങ്കിൽ ഹൈവേയിൽ കൊണ്ടുപോവാം. ഓക്കെ, വെള്ളം കുടിക്കാൻ പോവാം. വെള്ളം കുടിച്ചോ? കുടിച്ചോ. ഇന്ന് ഞങ്ങൾ ചായ കുടിക്കാൻ പുതിയ സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടേക്കാ പോണത്, നിയർ അലയൻസ് യൂണിവേഴ്സിറ്റി. അവിടെ നല്ല ചായക്കട ഉണ്ടെന്ന് കേട്ട്, അതുകൊണ്ട് പോവാം. ഇന്ന് ചായ കുടിക്കാൻ വന്നത് ഇവിടെയാണ്. പക്ഷെ ഇവിടെ ചായ നല്ലതില്ല കേട്ടോ. അപ്പം ഞങ്ങൾ മൊമോസ് കഴിച്ചു. ഒരു മൊമോ വാങ്ങിയിട്ട് എല്ലാവരും കൂടെ കഴിച്ചു. ഇനി ഇതിലൊക്കെ ഫുള്ള് ടീസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം ഫ്ലാസ്ക് ചായയാണ്. അയ്യോ, എനിക്ക് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട് മോനെ. ഫ്ലാസ്ക് ചായയാണൊക്കെ. അപ്പം നമ്മൾ ചായ കുടിക്കാൻ തിരിച്ചും തലശ്ശേരി തന്നെ പോകാൻ വിചാരിക്കുന്നുണ്ട്. അതാണ് പ്ലാന്. ഇപ്പോൾ ഇരുട്ടാവാൻ തുടങ്ങി. ഇപ്പം മഴ ഒന്ന് സ്റ്റോപ്പായിട്ടുണ്ട്. പക്ഷെ തിരിച്ചും മഴ വരും എപ്പോൾ വേണമെങ്കിലും. അതെ, ബാക്ക് ടു തലശ്ശേരി. എല്ലാം കഴിച്ചു കഴിയാറായപ്പോഴും ഓർമ്മ വന്നത് മഴ ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അകത്തിരുന്ന് ചെയറ് ഫുള്ള് നനഞ്ഞിരിക്കും. ഒരേ ഒരു ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ ഇതാ മുട്ട ബജി. പിള്ളേരിതാ ട്രീറ്റൊക്കെ കഴിച്ചിട്ടിരിക്കുന്നുണ്ട്. ഇതാ ഒരാളവിടെ ട്രീറ്റ് കഴിച്ചിട്ട് വരുന്നുണ്ട്. എപ്പോഴും അറിയും, പിന്നെ അറിയണ്ടതില് താഴെ വെക്ക്. ഞങ്ങള് രാത്രി വന്നേക്കാണ്. ആ ലൈറ്റ് ഓഫ് ചെയ്യേ, ലൈറ്റ് ഓഫ് ചെയ്യാ കാണണ്ട്. ഞങ്ങള് രാത്രി വാക്കിങ്ങിന് വന്നേക്കുക. കാരണം റോഡ് ഫുള്ള് നനഞ്ഞു കിടക്കായിരുന്നല്ലോ. ഇപ്പൊ ഇവരുടെ വാക്കിങ്ങിന് വേണ്ടിട്ട് വന്നേക്കുക. രാത്രി 9 മണിയായി. അതാണ് ഡെഡിക്കേഷൻ ഓഫ് പെറ്റ് പാരന്റ്സ്.
രാത്രി ഇവിടുത്തെ ബാറിന്റെ വ്യൂ കാണിച്ചു തരാട്ടാ. നല്ല ട്രിപ്പി ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അധികം തിരക്കൊന്നുമില്ല തോന്നുന്നു. ടേബിളെല്ലാം കാലിയാ. മൊത്തത്തിൽ പോയാൽ ഒരു 10 പേരിന്റെ ഉള്ളിലുണ്ടാവും. ഇതാ സോറോ ഇവിടെ ഉണ്ട്. സോറോ ഈ വൈറ്റ് ലൈനിൽ കൂടെ മാത്രമേ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഇതെങ്ങനെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ. കാരണം അവന് ഈ ചളിയും നനവൊന്നും ഇഷ്ടമല്ല. ഇനിയിപ്പോൾ കറക്റ്റ് വൈറ്റ് ലൈനിൽ വരും. ഒന്നുകിൽ അതിൽ നിൽക്കും അല്ലെങ്കിൽ അതിൽ നടക്കും. നോക്കിക്കോ, ഇത് വെള്ളവരച്ചക്കനാണ്. വെള്ളവരച്ചക്കൻ കോമഡിയാണ്. വെള്ളവരയിൽ കൂടെ മാത്രം നടക്കും. അവൾ റൂഫിൻ്റെ 1ഉം 2ഉം ഒക്കെ കഴിഞ്ഞു. ഇനി ഇവൻ്റെ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ അടുത്തില്ല. ഹായ്, ഹലോ. സോ ഇന്ന് നമുക്ക് ക്ലോഷർ എടുക്കുന്നതിന്റെ മുന്നേ ഫസ്റ്റ് ഞാൻ നേരത്തെ ഒരു സാരി വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, ലക്ഷ്മി ബുട്ടീക്ക് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ സാരിയാണ് അത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ലല്ലോ, അത് കാണിച്ചു തരാൻ വിചാരിച്ചു. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് കാണിച്ചു കാണും. പക്ഷെ ഇതെങ്ങനെയുണ്ട് വെച്ച് നോക്കാം നമുക്ക്. ഇത് ശരിക്ക് എനിക്ക് ഇതുവരെ കോട്ടൺ സാരി ഇല്ല കേട്ടോ. അങ്ങനെ കോട്ടണിൽ കസവ് വരുന്ന പോലത്തെ ഐ തിങ്ക് ഒരെണ്ണം ഉണ്ട്, ഒരു ഗ്രീന്. ബട്ട് ഇറ്റ്സ് ഐ ഡോണ്ട് നോ അത് എന്ത് കോട്ടൺ ആണെന്നൊന്നും അറിയില്ല. ഇതിന്റെ പേര് കല്യാണി കോട്ടൺ എന്നാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാന്. ഇതൊരു പിങ്ക് മറൂണ് പോലത്തെ, വാടാർമല്ലി പറയോ, ഇല്ല, ഒരു പിങ്ക് പോലെ തന്നെ. അതിന് ഗ്രീൻ ബോർഡർ ആയിട്ട് വരും. പിന്നെ ഇത് അതിന്റെ മുന്താണി. പിന്നെ ബ്ലൗസ് ഇതാ ഗ്രീന്. എനിക്ക് ബ്ലൗസ് മെറ്റീരിയൽ നല്ല ഇഷ്ടമായി. നമുക്കിത് തയ്ക്കാൻ കൊടുക്കണം. ഓക്കെ. സോ ഇത് ചുമ്മാ ഇങ്ങനെ കാണിക്കാം ഞാൻ വെറുതെ. ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. എങ്ങനെയുണ്ട്? ഇത് ശരിക്ക് സിംഗിൾ പ്ലീറ്റ് ഇടാം. ബട്ട് സിംഗിൾ പ്ലീറ്റിനേക്കാളും ഇത് നന്നായി ഉണ്ടാവുക. ഫുള്ള് ഇങ്ങനെ ഞൊറിഞ്ഞ് ടീച്ചേഴ്സൊക്കെ കൊടുക്കൂലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുക്കണ പോലെ ഫുൾ ഞൊറിഞ്ഞിങ്ങനെ ഒട്ടിച്ചെടുത്താൽ സെറ്റായിട്ടിരിക്കും. നന്നായിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒക്കേഷൻ ഇടാം. ഓക്കെ. ഒരു അടിപൊളി സാരി ഉണ്ട്. അപ്പോൾ എൻ്റെ മൂഡൊന്ന് അപ്ലിഫ്റ്റ് ആവാന് ഇതും എന്നെ സഹായിച്ചിരിക്കുന്നു. ഓക്കെ. നീ എന്താ അവിടെ പോയി നിൽക്കുന്നുണ്ട് സോറോ? നീ എന്താ അവിടെ പോയി നിൽക്കണ്? എടാ ഇവന്റെ ഫുഡ് എന്തെങ്കിലും അവിടെ ഉണ്ടാ? സോറോന്റെ കിച്ചൺ മാറ്റിൽ പോയി നിൽക്കുന്നുണ്ട്. എന്താ സോറോ, എന്താ അവിടെ പോയി നിൽക്കണ്? തിരിച്ചു വരുന്നുണ്ട്. ഇന്നത്തെ വ്ളോഗ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എന്താ ഇന്ന് വേറെ പിന്നെന്താ നടന്നത്? രാത്രി പോയി ഇവരെ വാക്കിംഗ് കഴിഞ്ഞു. പിന്നെ തിരുവാതിര പ്രാക്ടീസും ഡാൻസ് പ്രാക്ടീസും ഒക്കെ ഉണ്ടായിരുന്നു, അത് ചെയ്തു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഗേൾസ് ഗ്യാങ്ങിന്റെ കൂടെ കുറച്ചു നേരമൊക്കെ വർത്താനം പറഞ്ഞ് ഡാൻസിന്റെ കാര്യം ഒക്കെ സംസാരിച്ച് അടിപൊളിയായിരുന്നു. പിന്നെ അതൊക്കെയാണ് ഇന്നത്തെ കാര്യം. ഇന്ന് ഐ എം ഫീലിംഗ് ബെറ്റർ ദാൻ യെസ്റ്റർഡേ. ഓക്കെ. ടുമോറോ ഐ വോണ്ട് ടു മേക്ക് മൈ ഡേ ബെറ്റർ ദാൻ ടുഡേ. അപ്പോൾ നാളെ നമുക്ക് നോക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള വ്ളോഗായിട്ട് നാളെ വരാം. ഒരു പ്ലാൻ ഉണ്ട്, പക്ഷെ ഇപ്പം ഞാൻ പറയുന്നില്ല, അത് നാളെ പറയാം. നോട്ട് ടെല്ലിങ് ടുഡേ. ഇന്ന് 2 കിട്ടിയിട്ടുണ്ട്, ഒരു റെഡും ഒരു ലാവൻഡറും. വെക്കേഷൻ കാലറീസ് ആർ നോട്ട് കൗണ്ടഡ്. ട്രാവൽ, ഈറ്റ്, റിപ്പീറ്റ്. സത്യം, അതങ്ങനെ തന്നെ കേട്ടോ. അത് ഞാനും അങ്ങനെ തന്നെ. വെക്കേഷനൊക്കെ എവിടെയെങ്കിലും പോയാൽ, പക്ഷെ സുഖി ഇതിപ്പോൾ കേട്ടാൽ പറയും ഞാൻ നുണ പറയാന്ന്. കാരണം ഞാൻ ഇടയ്ക്ക് വെക്കേഷന് പോയാലും അവിടെ ഇരുന്നിട്ട് അയ്യോ ഇതിൽ മധുരം കൂടി, ഇത് കഴിക്കാൻ പാടില്ല, അത് കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഞാൻ പറയോ സുഖി? ഇവിടെ വന്ന് നീ പറയണൊന്നും കേൾക്കില്ല. ഇന്നലെ നിന്നെ കണ്ടില്ല പറഞ്ഞിട്ട് എന്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ വിഷമമുണ്ട്. ഇന്നലത്തെ വ്ളോഗിൽ നീ ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഇവിടെ വാ, ക്യാമറന്റെ അടുത്ത് വാ, ഇവിടെ മൈക്ക്. ഇത് പിന്നാലെ വരണോ? അത് ഇത് ഞാൻ ചെയ്യാറുണ്ട്. വെക്കേഷൻ കാലറീസ് ആർ നോട്ട് കൗണ്ടഡ്. ട്രാവൽ, ഈറ്റ്, റിപ്പീറ്റ്. നീ കുറ്റം പറയാറുണ്ട്, പക്ഷെ ഞാൻ പറയും എന്നത് എന്തെന്തല്ല പറഞ്ഞിട്ട്. അപ്പൊ കഴിക്കാൻ പറയും.
അങ്ങനെ തിന്നാറൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും, അയ്യോ ഇതിൽ മധുരം കൂടുതലാ, ഇത് വേണ്ട, അതിലിത് എണ്ണ കൂടുതലാ, അത് ഫ്രൈഡ് ആണ്. മൊമോസ് കഴിക്കാൻ പോയാലേ ഞാൻ പറയും ഫ്രൈഡ് മൊമോസ് കഴിക്കാൻ പാടില്ല, പഴയ എണ്ണ യൂസ് ചെയ്യാ. പക്ഷെ വെക്കേഷന് പോയാ പിന്നെ, പക്ഷെ ഇതില് ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ കേട്ടാ. അതെന്തിലാന്നറിയോ, ഒരു സ്ഥലത്ത് പോയാൽ അവിടുത്തെ ഫുഡ് എക്സ്പെരിമെന്റ് ചെയ്യാന്നുള്ളത്. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് പോണ സ്ഥലത്ത് പോയിട്ട് ദോശ ഉണ്ടാ, ഇഡ്ഡലി ഉണ്ടാ, സാമ്പാർ ഉണ്ടാ ചോദിച്ചിട്ട്, ചോറ് ഉണ്ടാ ചോദിച്ചിട്ട് ഞങ്ങൾ നടക്കില്ല. ഞങ്ങള് ഏത് സ്ഥലത്ത് പോയാലും ഏത് ഫുഡ് എക്സ്പെരിമെന്റ് ചെയ്യാനും ഞങ്ങൾ റെഡിയാണ്. ഹെൽത്തി ഫുഡ് നോക്കാനൊക്കെ ഞാൻ ഇപ്പോഴല്ലേ തുടങ്ങി, മുന്നേ ഒന്നും നോക്കൂല. ഇപ്പോഴും വെക്കേഷനൊക്കെ പോയാൽ നമ്മൾ മുതലാക്കണം. ആ സ്ഥലത്ത് കിട്ടുന്ന ഫേമസ് ഫുഡ് എന്താണോ അതൊക്കെ നമ്മൾ ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, പിന്നെ കഴിക്കണ്ട, ഒരു പ്രാവശ്യം കഴിക്കാമല്ലോ, അതൊരു എക്സ്പീരിയൻസ് അല്ലേ. അങ്ങനെ. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്തത് എന്താന്ന് വെച്ചാല്, ഇന്നെന്താ ഇത് കണ്ട, ഇറ്റ്സ് ടൈം ടു പാക്ക് യുവർ ബാഗ് ആൻഡ് സ്റ്റാർട്ട് യുവർ ജേർണി. സുഖി, എനിക്കൊരു ട്രിപ്പ് പോവാനുള്ള സമയമായോ എന്നൊരു ഡൗട്ട്. കാരണം ഇന്ന് കിട്ടിയ രണ്ടും അങ്ങനത്തെയാണ്. ഇറ്റ്സ് ടൈം ടു പാക്ക് യുവർ ബാഗ് ആൻഡ് സ്റ്റാർട്ട് ട്രാവലിംഗ്, സ്റ്റാർട്ട് യുവർ ജേർണി എന്ന്. അതെ, സമയമായി. കുറെ ആയി ഒരു ട്രിപ്പ് പോയിട്ട്. ചിലപ്പം 4 ആള് പോവാ, ഇല്ലെങ്കിൽ 2 ആള് പോവാ, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് പോകാം, സോളോ ട്രിപ്പ്. എന്തായാലും ഒന്ന് പോണം, ഒരു ബ്രേക്ക് വേണം. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം, പിന്നെ വലിയ ബ്രേക്ക് എടുക്കാം, അങ്ങനെ. എന്തായാലും ട്രാവൽ ചെയ്യണം. ട്രാവലിംഗ് ഓൾവേസ്, അത് ഭയങ്കര നല്ലതാണ് കേട്ടോ. ട്രാവലിംഗ് ഇല്ലേ, നമുക്ക് ലൈഫിൽ കുറേ ലെസൺസ് പഠിപ്പിച്ചു തരും. നമ്മളിനെ കുറച്ച് റിയൽ ആക്കാൻ പഠിപ്പിക്കും. നമുക്ക് ഇങ്ങനെ പച്ചയായ ജീവിതം എന്താന്നൊക്കെ, നമ്മൾ ഈ വീട്ടിലേ ഇരുന്നിട്ട് എല്ലാം അങ്ങനെ ഓർഡർ ചെയ്ത് കിട്ടും, എല്ലാം അങ്ങനെ. ഇപ്പൊ എല്ലാവരും, എന്റെ കാര്യമല്ല, അല്ലാത്ത വേറെ കുറെ ആൾക്കാരുടെ കാര്യം, വീട്ടിൽ ഇങ്ങനെ ഇരുന്നാൽ മതി, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ മുന്നിൽ കൊണ്ടുവന്ന് തരും, സുഖിച്ചിങ്ങനെ ഇരിക്കുക, അങ്ങനെ. ആ ഒരു ലൈഫൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റിയൽ ലൈഫ്, ആ റിയൽ പെയിൻ അതൊന്നും അറിയില്ല. നമ്മൾ ഈ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ ഭക്ഷണം കിട്ടാണ്ട് ഒരു കുറെ മണിക്കൂർ ഇരിക്കും, ചിലപ്പോൾ നല്ല ഭക്ഷണം കിട്ടും, ചിലപ്പോൾ പൊട്ട ഭക്ഷണം കിട്ടും, ചിലപ്പോൾ കിടക്കണ സ്ഥലം കൊള്ളൂല, അങ്ങനെ ഇങ്ങനെ. പക്ഷെ വേറെ വേറെ ആൾക്കാരെ മീറ്റ് ചെയ്യും, അവരുടെ കൾച്ചർ കാണും, ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. സോ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര നല്ലതാട്ടാ. എനിക്ക് ഞാൻ ഇപ്പൊ എൻ്റെ ഒരു കുഞ്ഞ് എക്സ്പീരിയൻസ് പറയാ. ഞാന് ഇവിടെ പോയിട്ടുണ്ട്, എന്താ പറയാ, മാരേജിന്റെ തൊട്ട് മുന്നേ ഞാനൊരു സോളോ ട്രിപ്പ് ഇന്ത്യയിൽ പോയി. ഞാൻ സോളോ ട്രിപ്പ് തായ്ലൻഡ് പോയിട്ടുണ്ട്. അന്ന് എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല, അത് 2017 അന്ന് ഈ യൂട്യൂബും ഇതും ഒന്നും അത്ര ഫേമസ് അല്ല, വ്ളോഗേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും അന്ന് അത്ര ഇല്ല. അപ്പൊ എനിക്ക് അങ്ങനെ റെഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, എന്ത് ചെയ്യണം അവിടെ പോയിട്ട്, അങ്ങനെയൊന്നും. ഞാന് ഒറ്റയ്ക്കല്ലേ പോണത്. അപ്പൊ ഞാൻ മേക്ക് മൈ ട്രിപ്പിൽ ഒരു പാക്കേജ് എടുത്തു, ഒരു 5-6 ഡേയ്സിന്റെ പാക്കേജ് എടുത്തു. അതെങ്ങനെയാന്ന് വെച്ചാൽ എല്ലാ ഹാഫ് ഡേയും അവർ നമ്മളെ ടേക്ക് കെയർ ചെയ്യും. അവർ നമ്മൾ ഓരോ സ്ഥലത്തെ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്, പാരാസെയിലിംഗ്, അങ്ങനെ ഇങ്ങനെ ഐലൻഡ് ട്രിപ്പ്, ഇതൊക്കെ. അപ്പോൾ എല്ലാ ഹാഫ് ഡേ ഒക്കെ അങ്ങനെ ചെയ്തിട്ട് ബാക്കി ഹാഫ് ഡേ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, അങ്ങനെ. അപ്പൊ ഞാൻ ബാങ്കോക്ക്, പട്ടായാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് എനിക്ക് അത്ര അറിയുള്ളൂ. ഫുക്കറ്റ്, ക്രാബി ഒക്കെ സൂപ്പറാന്നൊന്നും എനിക്ക് അന്ന് ആരും പറഞ്ഞു തരാനുമില്ല, അറിയൂല. ഇത് 2017 കേട്ടോ നടക്കുന്നത്. അപ്പൊ അന്ന് ഞാൻ ഇങ്ങനെ സോളോ ട്രിപ്പ് പോയി. പക്ഷെ ഇന്റർനാഷണൽ സോളോ ട്രിപ്പ് ഈസ് ഓൾവേസ് ദ ബെസ്റ്റ്. കാരണം ഭയങ്കര നല്ലയാട്ടാ. അത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഞാൻ സോളോ ട്രിപ്പ് പോയത് 2019 കല്യാണത്തിന്റെ മുന്നേ. അപ്പൊ പോകുമ്പോ ഞാൻ ചൂസ് ചെയ്തത് ഉത്തരാഖണ്ഡ് ആയിരുന്നു. ഉത്തരാഖണ്ഡിൽ കുറച്ച് സ്ഥലങ്ങൾ, ഞാൻ ഹരിദ്വാർ, ഋഷികേശ്, മസൂരി, ഡെഹ്റാഡൂൺ, ഇങ്ങനെ ഇത്ര സ്ഥലങ്ങളിലാണ് പോയിണ്ടായിരുന്നത്. അത് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ദൈവമേ, അതില് പൊട്ട എക്സ്പീരിയൻസ്, പൊട്ടല്ല, പേടി തോന്നി എന്ന് പറയുകയാണെങ്കിൽ, ഡെറാഡൂൺ ടു മസൂരി ഒരു ക്യാബ് എടുത്തിട്ടാണ് ഞാൻ പോയത്. ഞാൻ ഒരു ക്യാബ് ഹയർ ചെയ്തിട്ട് അങ്ങനെ, അല്ലാണ്ട് അവിടെ നിന്ന് ഡയറക്റ്റ് അങ്ങനെ ബസ് അതൊന്നും എനിക്കറിയില്ല, ഉണ്ടാവില്ല. ഞാൻ അതാ ചെയ്തത്. കാരണം ഞാൻ താമസിച്ചത് ഒരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടാ. ഡെറാഡൂണിൽ ഒരു എന്താ പറയാ, ഹോം സ്റ്റേ പോലത്തത്. അപ്പോൾ അവിടെ ഒരു അച്ഛൻ, അമ്മ, മകൻ, വൈഫ്, കുട്ടി, അവരൊക്കെയാണ്. അപ്പൊ അവര് ഒരു വീട് പോലെ, എന്നിട്ട് ഇപ്പുറത്ത് ഇങ്ങനെ നിറയെ കെട്ടി വെച്ചിട്ട് അതിലൊക്കെ ഇങ്ങനെ ഹോം സ്റ്റേ നടത്തുക. അപ്പോ ആ ഓണറിന്റെ മകൻ, മീൻസ് അയാളാണ് ഇപ്പൊ നോക്കി നടത്തുന്നത്. അയാൾ IT ആയിരുന്നു, ബാംഗ്ലൂരൊക്കെ ഉണ്ടായിരുന്ന ആള്, ജോലിയൊക്കെ അവസാനിപ്പിച്ച് അവിടെ പോയി നിന്നേക്കാം. അപ്പൊ അയാൾ എന്നെ കുറെ നേരം സംസാരിച്ചിട്ട് അയാളാണ് എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ക്യാബാണ്, ഞാൻ ഒരാളിനെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഒരു ക്യാബൊക്കെ അറേഞ്ച് ചെയ്ത്. അപ്പോ പേടി തോന്നി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് ഞാൻ പറയാം. ഞാൻ അവിടെ പോകുമ്പോൾ മെന്റലി കുറച്ച് പ്രിപ്പയർഡ് ആയിരുന്നു. പിന്നെ എന്റെ പേര് ഇങ്ങനെ സഫീറ എന്ന് കാണുമ്പോൾ എല്ലാവരും മുസ്ലിം നെയിം, അതൊക്കെ എന്തായാലും അതിന്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്ട് വരും എന്ന് എനിക്കറിയാം. അപ്പോ
പിന്നെ അവിടെ ഒന്നും ഇത് ഇറച്ചി കഴിക്കാൻ പാടില്ലല്ലോ, ബീഫ് അങ്ങനെ എല്ലാവരും പബ്ലിക്കായി കഴിക്കുക പറയുകയൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ എനിക്കതൊക്കെ മെന്റലി അറിയാം, ഞാൻ അതിങ്ങനെ മൈൻഡ്ലി പ്രിപ്പയർഡ് ആയിട്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ ക്യാബിൽ ഞാൻ കയറിയിരുന്നപ്പോഴേ ഞാൻ കണ്ടു ഡ്രൈവറിന്റെ അവിടെ ഫ്രണ്ടിൽ ഫുള്ള് മറ്റേ RSSന്റെ ഫ്ലാഗും മറ്റേ ജയ് ഹനുമാൻ, ജയ് ശ്രീറാം അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അയാളാണെങ്കിലും ഇങ്ങനെ വലിയ റെഡ് ചന്ദനം ഇതൊക്കെ ഇട്ട് എന്തൊക്കെയോ കയ്യിലും കഴുത്തിലൊക്കെ ഉണ്ട്. എന്താ പോലൊക്കെ തോന്നി. പിന്നെ അതൊരു ഏജൻസി ട്രാവൽസ് വഴി ബുക്ക് ചെയ്തതാ. അപ്പൊ അവരും നമ്മളെ ID പ്രൂഫ് ചോദിക്കും, നമ്മൾ അവരുടെ ID പ്രൂഫ് ഫോട്ടോ എടുക്കാൻ പറ്റും. അത് നമ്മുടെ രണ്ടുപേരുടെയും സേഫ്റ്റിക്ക് വേണ്ടി. അപ്പൊ അയാളുടെ ID പ്രൂഫ് കാണിച്ചു, ഞാൻ ഫോട്ടോ എടുത്തു, ഞാനത് സുഖിന് എന്തോ അയച്ചു കൊടുത്തു, അയാൾ എന്റെ ID പ്രൂഫ് കാണിച്ചു, വെരിഫൈ ചെയ്തു, ഞങ്ങൾ ട്രാവൽ ചെയ്ത്. അത് എത്ര മണിക്കൂറായിരുന്നു എനിക്ക് ഇപ്പൊ കറക്റ്റ് ഓർമ്മയില്ല. എങ്ങനെ പോയാലും ഒരു 3 to 5 hours ഉണ്ട് തോന്നുന്നു, 1 way ജേർണി. അപ്പൊ ഞാൻ അന്ന് അവിടെ പോയിട്ട് മസൂരിയിൽ എന്റെ സ്റ്റേ. ഞാൻ ഇങ്ങനെ കയറി ഇരുന്ന് അപ്പൊ ഇയാൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. എന്ത് പൊന്നെ, എന്ത് കുഞ്ഞാ കളിക്കുന്ന, എടുത്തിട്ട് വാ, ബോൾ എടുത്തിട്ട് വാ. അപ്പോ ഇയാൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി, എന്ത് ചെയ്യുന്നുണ്ട്, ബാംഗ്ലൂർ എവിടെ, അങ്ങനെ എന്നൊക്കെ ചോദിച്ചു. പിന്നെ പേര് അയാൾ കണ്ടല്ലോ, എന്റെ ID കാർഡിൽ എന്റെ ഫുൾ നെയിം കണ്ടല്ലോ. ഞാൻ അല്ലെങ്കിൽ എപ്പോഴും സഫി എന്നാ പറയാറുള്ളൂ, അത് ഫുൾ നെയിം കണ്ടല്ലോ. അപ്പൊ അയാൾക്ക് മനസ്സിലായി. അപ്പൊ അയാള് കുറച്ചങ്ങോട്ട് എത്തിയപ്പോ എന്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളപ്പോ സൗത്ത് ഇന്ത്യല്ലേ, അങ്ങനെ മുസ്ലിം ഒക്കെ ആണല്ലോ, അപ്പൊ നിങ്ങള് ബീഫൊക്കെ നിറയെ കഴിക്കുമായിരിക്കും അല്ലേ, അങ്ങനെ ചോദിച്ചു. ആ ചോദ്യത്തിൽ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ വയൽ വന്നെന്നറിയോ, എന്റെ ബോയ് ഫ്രണ്ട് ഒരു ഹിന്ദു ആണ്, ആള് ബ്രാഹ്മണാണ്, അപ്പോ അവർക്ക് ഇതൊന്നും കഴിക്കാൻ പാടില്ല, ഇതൊക്കെ എന്താണ് ദൈവം, അയ്യോ കഴിക്കാനേ പാടില്ല, ഗോമാതാവ്, അങ്ങനെ പറഞ്ഞ് എന്തൊക്കെ വന്ന മുറിയൻ ഹിന്ദി വെച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ അയാളെ മുഖത്തൊരു ട്യൂബ്ലൈറ്റ് പോലെ നല്ലൊരു സന്തോഷം. എന്നിട്ട് അയാൾ ഓക്കെ മാം, ഓക്കെ അങ്ങനെ പറഞ്ഞു. പിന്നെ അയാളെ കൊണ്ടൊരു ബുദ്ധിമുട്ടില്ല കേട്ടാ. പിന്നെ അവിടെ എത്തുമ്പോ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു, 7 മണി എന്തോ 7 PM ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാളെ എന്റെ Airbnb അല്ലല്ലോ, ഓയോ പോലത്തെ എന്തോ booking.com അയാളെ വന്ന് എന്റെ ചെക്കിന്റെ എനിക്ക് റൂമൊക്കെ കിട്ടുന്നവരൊക്കെ അയാൾ അവിടെ നിന്നിട്ട് പിന്നെ അയാൾ റിട്ടേൺ പോയത്. സോ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി എന്ന് പറയാം. പക്ഷെ അതും ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ പെട്ടെന്ന് എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു, അത്ര തന്നെ. പിന്നെ ഋഷികേശ് പോയി, രാംജൂല, ലക്ഷ്മൺ ജൂല അതൊക്കെ പോയി, അവിടൊക്കെ കുറെ നടന്നു. ഹരിദ്വാറിൽ മറ്റേ ടെമ്പിൾ പോയി. ഞാൻ നടന്നു കയറിയില്ല കേട്ടാ, മറ്റേ ഇതിൽ കയറ്റി കൊണ്ടുപോകില്ലേ, എന്താ അതിന് പറയാ, സ്കൈവേ പോലെ, റോപ്പ് വേയിൽ പോയിട്ട് ഹരിദ്വാറിൽ പോയി, അവിടെ കുറെ നേരം ഇരുന്ന്. അതൊക്കെ എനിക്ക് നല്ല രസമുണ്ടായിരുന്നു. കാരണം റൂമിലെല്ലാം ലഗേജ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് പോയി. ഞാനും ഇങ്ങനെ ഇതൊക്കെ നിറയെ തൊട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓരോ ഇതല്ലേ. അവിടെ പോയിട്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ ഇരുന്നു, നല്ല രസമുണ്ടായിരുന്നു, പീസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് ഋഷികേശ് ഇഷ്ടമായത്. ഋഷികേശിലെ ആരതി, അവിടുത്തെ അത് അന്നൊന്നും യൂട്യൂബ് ചാനൽ ഇല്ല. ഇപ്പൊ ഐ റിഗ്രറ്റ് ആക്ച്വലി. എന്റെ തായ്ലൻഡ് ട്രിപ്പ്, എന്റെ ഉത്തരാഖണ്ഡ് ട്രിപ്പ്, ഇതിനൊന്നും ആ സമയത്തൊന്നും എനിക്ക് യൂട്യൂബ് ചാനൽ ഇല്ല. ഇൻസ്റ്റാഗ്രാമിൽ പോലും ഞാനൊന്നും റെഗുലർ ആയിരുന്നില്ല. ഇല്ലെങ്കിൽ അതൊക്കെ എനിക്കൊരു മെമ്മറി ആയിട്ട് ഉണ്ടാവുമായിരുന്നു. ഞാനും സുഖി ഒരു 20 days ട്രിപ്പ് നടത്തിയിട്ടുണ്ട്. അത് അതായത് ബാംഗ്ലൂർ ടു ഗോവ, ലോണാവല, മുംബൈ, അഹമ്മദാബാദ്, ജയ്പൂർ, ആഗ്ര, പിന്നെ എവിടെ, അമൃത്സർ, പിന്നെ മണാലി, പിന്നെ തോഷ്, കസോൾ, തോഷ്, ഡൽഹി വഴി ബാംഗ്ലൂർ. ഇങ്ങനത്തെ ഒരു ലോങ് ട്രിപ്പ് ഞാൻ സുഖം ചെയ്തിട്ടുണ്ടായിരുന്നു. 20 days അടിപൊളിയായിരുന്നു അതൊക്കെ. അന്നൊന്നും യൂട്യൂബ് ഇല്ല, ഇല്ലെങ്കിൽ എത്ര കോണ്ടന്റ് ആയിരുന്നു അല്ലേ, 20 ദിവസത്തേക്കുള്ള കോണ്ടന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ വ്ളോഗ്. സോ ഐ തിങ്ക് യു ഗൈസ് ക്യാൻ ഫീൽ മൈ എനർജി ഡിഫറൻസ് ഓൾസോ. പക്ഷെ വേറൊരു കാര്യം പ്രത്യേകം പറയണം കേട്ടോ, എനിക്ക് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്റെ സിസ്റ്ററിനിലോ വേറെ കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വൈ ആർ യു ഫീലിംഗ് ലോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ടോക്ക് ടു മീ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എങ്ങനെ പോയാലും ഒരു 9 മെസ്സേജ് വാട്സപ്പിൽ വന്നിട്ടുണ്ട് വ്ളോഗ് കണ്ടതിന്റെ ശേഷം. താങ്ക് യു സോ മച്ച് ഫോർ ദ കൺസേൺ. I love you. Okay, I know my family is expanding through YouTube also. So thank you so much. Stay healthy, stay happy, take care. Good night. Friday night. യെസ്, ഞങ്ങൾ പുലർച്ചെ 4 മണിക്ക് എവിടെ ഉണ്ടെന്ന് അറിയാമോ? ഷെൽ പെട്രോൾ ബങ്ക്. ഷെൽ പെട്രോൾ ബങ്കിലാണ് നമുക്ക് ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ തിന്നാൻ വന്നിരിക്കുകയാണ്. ധാര തുറന്നു വെച്ചിട്ടുണ്ട്, അടച്ചു. എന്തൊക്കെ വാങ്ങി കാണിക്കും സുഖി?
ചോറ്